സ്ക്വയർ ഫീറ്റിന് 1500 രൂപയ്ക്ക് വീട് പണി തീർത്ത് തരാം. അതിൻ്റെ കൂടെ തന്നെ AC ഫ്രീ, CCTV ഫ്രീ, ഇങ്ങനെ കുറേ സാധനങ്ങൾ ഫ്രീ. ഇങ്ങനെയുള്ളൊരു ബോർഡ് കണ്ടിട്ട് ആ ഒരു അറിവ് വെച്ചിട്ട് ചില പൊട്ടന്മാർ നമ്മുടെ വീടിൻ്റെ അടിയിൽ വന്നിരുന്ന് കമൻറ്റ് ചെയ്യാറുണ്ട്. ചില വീടുകളുടെയൊക്കെ പരസ്യം ഇടുന്ന സമയത്ത് വീടിൻ്റെ സ്ഥലത്തിന് ഇത്ര വില, നിങ്ങൾക്കിത് 1500 സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണെന്നുണ്ടെങ്കിൽ സ്ക്വയർ ഫീറ്റിന് ഒരു 1500 അല്ലെങ്കിൽ 2000 രൂപ വെച്ച് ഇത്ര രൂപയാവും എന്നൊക്കെ പറഞ്ഞ് കണക്ക് കൂട്ടി കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് നോക്കുന്നത് പരിശോധിച്ച് നോക്കാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്വയർ ഫീറ്റിന് 1500 രൂപയ്ക്ക് ചെയ്യുന്ന ആളും സ്ക്വയർ ഫീറ്റിന് 2500 രൂപയ്ക്ക് ചെയ്യുന്ന ആളും ഇതിന് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് ലാഭം കിട്ടുക എന്നുള്ളതാണ്. ഇന്നത്തെ നമ്മുടെ വസ്തുക്കൾ നമുക്കൊരു വീട് വയ്ക്കുമ്പോഴത്തേക്കും ഒന്ന് സ്ഥലത്തിൻ്റെ വില, പിന്നെ അതിന് മേളിലേക്കാണ് നമുക്ക് ഈ പറഞ്ഞതുപോലെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഈ സ്ക്വയർ ഫീറ്റിന് 1500 രൂപയെന്ന് പറഞ്ഞ് ഇവർ പരസ്യം ചെയ്യുന്ന ആൾക്കാർ ലാസ്റ്റ് നമ്മൾ അവരെ സമീപിച്ച് ഇതിൻ്റെ ഓരോ കാര്യങ്ങളും സംസാരിച്ച് വരുന്നതിനനുസരിച്ചിട്ട് ഈ റേറ്റ് മാറി പോകുന്നുണ്ടാവും. എങ്ങനെയാണെന്ന് വെച്ചാൽ 1500 എന്നുള്ളത് ലാസ്റ്റ് സംസാരിച്ച് നിങ്ങളെ കൊണ്ട് കൺവിൻസ് ചെയ്യിപ്പിച്ച് നിങ്ങളെ കൊണ്ടൊരു ഒരു വില നിശ്ചയിപ്പിക്കുന്നത് ഒരു 2000-2200 കൊണ്ടുവന്ന് ഫിക്സ് ചെയ്യുന്നുണ്ടാവും. അതായിരിക്കും അതിൻ്റെ ശരിക്കുമുള്ള ഒരു റേറ്റിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നം കാരണം ഇപ്പോൾ പല ശരിക്കുമുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ശരിക്കും നീറ്റായിട്ട് ചെയ്യുന്ന ബിൽഡേഴ്സിന് പോലും ഒരു മാനക്കേടാണ്. ഇപ്പോൾ അവർ ഒരാളുടെ അടുത്ത് ഒരു വർക്ക് ചെയ്തു കൊടുക്കുക എന്ന് പറയും, ഒരു 2000-2200 അവർ റേറ്റ് കൊടുക്കുമ്പോഴത്തേക്കും പലരും കമ്പയർ ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഇത് വെച്ചിട്ടാണ്. അപ്പോൾ ഇതിൽ പ്രശ്നങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഇത്രയും വില കുറച്ച് ചെയ്യുമ്പോഴത്തേക്കും അവരതിൽ പല കാര്യങ്ങളിലും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ സിമെൻറ്റിൻ്റെ ക്വാണ്ടിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാം. ഇപ്പോൾ 3 കമ്പി ഇടേണ്ടടുത്ത് 2 കമ്പി ഇടാം. ഇപ്പോൾ 3 അല്ലെങ്കിൽ 4 ചട്ടി മണലിന് 1 ചട്ടി സിമെൻറ്റ് എന്നുള്ളത് 5 ചട്ടി മണലോ 6 ചട്ടി മണലോ ഒക്കെ ആവാനുള്ള ചാൻസ് ഉണ്ടാവും. പിന്നീട് ഇതിൻ്റെ നമുക്ക് വരുന്ന ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 5-6 മാസം കഴിയുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ആ ഒരു വീട്ടിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഈ രീതിയിലുള്ള കോംപ്രമൈസ് ചെയ്യുന്ന ആൾക്കാരാണ് നമുക്ക് ഇത്രയും വിലക്കുറവിൽ ഈ രീതിയിൽ വർക്ക് ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത്. പിന്നെ എപ്പോഴും നമുക്ക് ഈ ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് തരുന്നത് ഇപ്പോൾ ഒരു 1500 അല്ലെങ്കിൽ 2200 2300 അല്ലെങ്കിൽ 2500 എത്രയാണെന്ന് വെച്ചാൽ സ്ക്വയർ ഫീറ്റ് റേറ്റ് തരുന്നത് എപ്പോഴും അതിൻ്റെ ഒരു സ്ട്രക്ചറിൻ്റെ വർക്കിനാണ്. അതായത് ഇപ്പോൾ ഒരു വീടിൻ്റെ നമുക്കൊരു സ്ട്രക്ചറിൻ്റെ വർക്ക്, അതിനകത്ത് കിച്ചൻ്റെ വർക്കോ അല്ലെങ്കിൽ അതിനകത്തുള്ള ഇൻറ്റീരിയറിൻ്റെ വർക്ക്, വീടിന് ചുറ്റുവട്ടമുള്ള മതിൽ അല്ലെങ്കിൽ തന്നെ അതിൻ്റെ ചുറ്റുമുള്ള ഇൻ്റർലോക്കോ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇതിനകത്ത് ഉൾപ്പെടത്തില്ല. ഈ കാര്യങ്ങളെല്ലാം വേറൊരു വർക്കായിട്ടായിരിക്കും ചെയ്യേണ്ടി വരിക. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു സാധനത്തിൽ അവർ കുറച്ച് തരുമെന്നുണ്ടെങ്കിൽ അടുത്ത് അവർ പിടിക്കാൻ പോകുന്നത് എന്തായാലും ഒരു പണി ഏൽപ്പിച്ചാണ് തന്നെയാണ് ബാക്കിയുള്ള വർക്കുകളും ചെയ്യാൻ നമ്മൾ ഏൽപ്പിക്കുന്നത്. അപ്പോൾ അടുത്ത മതിലിൻ്റെ വർക്കിൽ അവർ അതിന് കണക്കായിട്ട് കൂടുതലാക്കി പിടിക്കുന്നുണ്ടാവും. ഇനി അതല്ലെങ്കിൽ അതിന് ചുറ്റുമുള്ള ഇൻ്റർലോക്കിൻ്റെ വർക്കിൽ പിടിക്കുന്നുണ്ടാവും, കിച്ചൻ്റെ ഇൻറ്റീരിയർ വർക്കിൽ പിടിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതിൽ ഓരോ കാര്യത്തിൽ അവർക്ക് ആ പൈസ തിരിച്ച് നിങ്ങൾ പോലും അറിയാണ്ട് പിടിച്ച് വരുന്നുണ്ടാവും. ശരിക്കും നമ്മളൊരു വീടിൻ്റെ വർക്ക് തീർത്ത് വരുമ്പോൾ ഈ പറഞ്ഞ 1500-ലോ 2000-ലോ ഒന്നും തീരത്തില്ല. എങ്ങനെയായാലും 3000 രൂപയ്ക്ക് മേളിൽ സ്ക്വയർ ഫീറ്റ് റേറ്റ് നമ്മൾ കണക്കാക്കി വേണം വീട് പണിക്ക് ഇറങ്ങാനായിട്ട്.